ഏതൊരു ഘട്ടത്തിലാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിലോട്ട് നമ്മൾ ചിന്തിക്കുന്നത്? സാധാരണ നമ്മൾ ഡയാലിസിസ് ലൈഫ് ലോങ് അതായത് ആജീവനാന്തം ഡയാലിസിസ് വേണ്ടി വരും എന്നൊരാൾക്ക് നമ്മൾ വിധി എഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വൃക്ക മാറ്റി വെക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ മിഡിൽ ഏജ്ഡ് പേഴ്സണ് ലൈഫ് ലോങ് ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും ഒരു ഡിപ്രസിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ജോലി തുടരാനും അല്ലെങ്കിൽ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാനും ഒരു തടസ്സം തന്നെയാണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് ട്രാൻസ്പ്ലാന്റ് പരിഗണിക്കാവുന്നതാണ്. എല്ലാ പേഷ്യൻസിനും ട്രാൻസ്പ്ലാന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ സർ? ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ പ്രമേഹം ഉള്ള പേഷ്യൻസിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അവർക്ക് ഹൃദ്രോഗം ഉണ്ടോ എന്നുള്ളതാണ്. പല പേഷ്യൻസിനും ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറവ് അല്ലെങ്കിൽ ഹൃദയത്തിലെ ബ്ലോക്ക്സ് ഉണ്ട്. അങ്ങനത്തെ പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കേണ്ടി വരും. ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പല പ്രമേഹ രോഗികൾക്കും ഹൃദ്രോഗം ഉണ്ടെങ്കിൽ പോലും അവരറിയില്ല. നമ്മൾ ഈ വൃക്കയുടെ അസുഖം എന്ന് പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ അസുഖവും സൈലൻ്റ് ആയിരിക്കും. നമ്മൾ നോക്കുമ്പോഴായിരിക്കും ആൻജിയോഗ്രാം ചെയ്യുമ്പം പലയിടത്തും ബ്ലോക്ക് കാണും. ചില ബ്ലോക്ക്സ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ചില ബ്ലോക്ക്സ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ബ്ലോക്ക്സ് മാറ്റി ഹൃദയം ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇങ്ങനത്തെ പേഷ്യൻസിൽ ചിലപ്പം നമ്മൾ ഈ വൃക്ക ഘടിപ്പിക്കുന്ന വെസൽസ് ഉണ്ട്, ഈ വയറിനുള്ളിലെ വെസൽസ്, അങ്ങനത്തെ ബ്ലഡ് വെസൽസ് രക്തധമനികളുടെ ബ്ലോക്ക് ഉണ്ടെങ്കിലും വൃക്ക വയ്ക്കാൻ സാങ്കേതികമായിട്ട് തടസ്സം നേരിടും. സർ, ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസ് മറ്റ് രോഗങ്ങൾക്ക് കാരണമാകാറുണ്ടോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറ്? കോംപ്ലിക്കേഷൻസ് സാധാരണ വരുന്നത് കിഡ്നി ഫെയിലിയർ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. അതായത് അങ്ങനത്തെ പേഷ്യൻസ് ശ്വാസം മുട്ടൽ വരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളർച്ച വരാം, അതായത് രക്തത്തിൻ്റെ അളവ് കുറയുക, എല്ലിൻ്റെ അസുഖം വരാം. വൃക്ക നമുക്ക് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കിഡ്നി ഡിസീസ് കാരണം തടസ്സപ്പെടാം. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം അനുഭവപ്പെടാം. കുട്ടികളിൽ കാണാറുണ്ടോ സാർ ഈ രോഗം? തീർച്ചയായിട്ടും. അതായത് പ്രമേഹത്തിൻ്റെ ഒരു സബ് ടൈപ്പാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അത് കുട്ടികളിൽ കാണുന്ന അസുഖമാണ്. കുട്ടികളുടെ സാധാരണഗതിയിൽ ഒരു 5 അല്ലെങ്കിൽ 10 വയസ്സിലാണ് ഇതിൻ്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുട്ടികൾ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർ വൃക്കരോഗം കാണാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്നില്ല, പക്ഷെ ആ ഒരു ഏജിലാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഇതേ അഡൽട്സിന് വരുന്ന അതേ രീതിയിലുള്ള ഡിസീസ് തന്നെയാണ്, അസുഖം തന്നെയാണ് കുട്ടികളിലും വരുന്നത്. പക്ഷേ പലർക്കും ഒരു 20 അല്ലെങ്കിൽ 30 വയസ്സാകുമ്പോഴത്തേക്കും വൃക്ക ടോട്ടലി പരാജയപ്പെടുകയും പിന്നെ അവർക്ക് ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരികയും ചെയ്യാറുണ്ട്. സർ, ഡയബറ്റീസ് നമ്മൾ പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, അല്ലെങ്കിൽ ഒരു ജീവിതശൈലി രോഗമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സർ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയബറ്റീസ് വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധമായിട്ട്? നമ്മൾ ഈ വൃക്കയുടെ അസുഖം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു. ഇതിലും ഏറ്റവും നല്ല ഒരു മെത്തേഡ് ഡയബറ്റീസേ വരാതെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പറയുന്നത് എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും നമുക്ക് ചില സ്റ്റെപ്സ് അല്ലെങ്കിൽ നടപടികൾ നമുക്ക് എടുക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമുക്ക് ഫാമിലിയിൽ ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുക. കാരണം ഈ കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞ പോലെ ഡയബറ്റീസ് തന്നെയും വർഷങ്ങളോളം സൈലൻ്റ് ആയിരിക്കും, പലപ്പോഴും നമ്മൾ അറിയില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യുക. ബോഡി വെയ്റ്റും അമിതമായിട്ടുള്ള വണ്ണം, കുടവയറ് ഇതൊക്കെ ഒഴിവാക്കുക. ഇത് എന്ത് രീതിയിലും, അതായത് ഫുഡ് ഹാബിറ്റ്സ് റെഗുലറൈസ് ചെയ്യുക, ഡയറ്റ്, റെഗുലർ എക്സസൈസ്, ഇതിലൂടെ ബോഡി വെയ്റ്റ് റെഗുലേറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് റെഗുലർ എക്സസൈസ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഡയറ്റ്, ഇന്ന ഡയറ്റ് എന്ന് പ്രത്യേകിച്ചില്ല, സെൻസിബിൾ ആയിട്ടുള്ള ഡയറ്റ്. ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യമേ തന്നെ എടുക്കുക. സർ, ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഒരു ഡയറ്റ് ഉണ്ടോ സർ, നമുക്ക് പ്രിസ്ക്രൈബ് ഡയറ്റ്? സ്പെസിഫിക് ആയിട്ട് ഡയബറ്റിക് കിഡ്നി ഡിസീസിനില്ല, പക്ഷേ ഡയബറ്റീസ് വരുന്നവർക്ക് ഒന്ന് പ്രമേഹത്തിൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യണം. കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് വെള്ളത്തിൻ്റെ അളവ് ഓരോ പേഷ്യൻറ്റിനും ഓരോ ലെവലിലായിരിക്കും നമ്മൾ വാട്ടറിൻ്റെ അലവൻസ് കൊടുക്കുന്നത്. ചില പേഷ്യൻ്റ് നമ്മൾ 1 ലിറ്ററിൽ റെസ്ട്രിക്റ്റ് ചെയ്യും, ചില പേഷ്യൻറ്റ് കുറച്ച് കൂടുതൽ വെള്ളം എടുക്കാമെന്ന് പറയും. അത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഒന്ന്, വൃക്ക സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിലെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് പുറത്തോട്ട് തള്ളുന്നത് വൃക്കയാണ്. വൃക്കയുടെ ഫെയിലിയർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ വെള്ളം തങ്ങി നിൽക്കാനും നീരായിട്ട് പുറമേ കാണാനും ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മൾ ഒരു പരിധി കൂടുതൽ വാട്ടർ ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം മുട്ടൽ, നീര് ഇതൊക്കെ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ പേഷ്യൻസിൽ ഡയാലിസിസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിലും അല്ലെങ്കിലും വെള്ളത്തിൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യുക.
അപ്പോൾ സാർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡയറ്റിനെ കുറിച്ചാണ്. എന്ത് തരം ഡയറ്റാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർ? വൃക്കയുടെ അസുഖം വരുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യുക. പിന്നെ ഉപ്പിൻ്റെ അളവ് പ്രധാനമാണ്. കാരണം ഉപ്പ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിയുമ്പോൾ അത് വാട്ടർ റിറ്റൻഷൻ എന്ന് പറയും. അതായത് ഉപ്പിൻ്റെ കൂടെ എപ്പോഴും ജലാംശം നിലനിർത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. നമുക്ക് നാച്ചുറലായിട്ട് അത് അറിയാവുന്ന കാര്യമാണ്. ഉപ്പ് നമ്മൾ എടുക്കും തോറും ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടാനും സ്വാഭാവികമായിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടും. പ്രഷറുള്ളവർക്ക് നമ്മൾ ഉപ്പ് അധികം എടുക്കരുതെന്ന് പറയുന്നതിൻ്റെ ലോജിക്കും ഇത് തന്നെയാണ്. അപ്പം ഉപ്പിൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതായത് നമ്മളൊരു 2 ഗ്രാമാണ് സാധാരണ പറയുന്ന കണക്ക്, 2 to 4 grams. ഏതാണ്ട് ഒരു 1/2 സ്പൂണാണ്. 1/2 സ്പൂൺ മാക്സിമം 1 സ്പൂൺ എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ട് 5 ഗ്രാമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിൽ താഴെ ഒരു ദിവസത്തെ സോൾട്ട് ഇൻടേക്ക് നിർത്തുക. പിന്നെ ഉള്ളത് നമുക്ക് രക്തത്തിൽ പൊട്ടാസ്യം എന്ന് പറയുന്ന ഒരു അയോണുണ്ട്. അത് നമ്മൾ വൃക്കയുടെ അസുഖം വരുമ്പോൾ കൂടുകയും അത് ഹാർട്ടിൻ്റെ പ്രവർത്തനം, ഹൃദയത്തിൻ്റെ പ്രവർത്തനം ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അയോണാണ്. അപ്പോൾ അതിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക. ഇപ്പം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഇളനീര് ഇങ്ങനത്തേതൊക്കെയാണ് ഇതിൽ. അപ്പം നമ്മൾ വൃക്കയുടെ പേഷ്യൻസിൽ, വൃക്ക രോഗികൾക്ക് നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ അളവ് കുറയ്ക്കുക, ഇളനീരിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക, ഇങ്ങനത്തെ ചില സ്റ്റെപ്സും നമ്മൾ പറയാറുണ്ട്. പിന്നെ ഉള്ളത് വൃക്കയുടെ ഫെയിലൂർ കാരണം ശരീരത്തിൽ ഒട്ടനവധി ലവണങ്ങൾ എന്ന് പറയുന്നത്, അതായത് മിനറൽസ് അടിഞ്ഞുകൂടും. ഫോസ്ഫേറ്റ്, മെഗ്നീഷ്യം ഇങ്ങനത്തെ ലവണങ്ങൾ അടിഞ്ഞുകൂടും. അപ്പോൾ ഇവയുടെ ഇൻടേക്ക്, ഇവ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. ഫോസ്ഫേറ്റ് ധാരാളം ഉള്ളത് പാലിലുണ്ട്, പിന്നെ ഡേറ്റ്സ് പോലത്തെ ചില ഫ്രൂട്ട്സിലുണ്ട്. ഇങ്ങനത്തെ ഐറ്റംസ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുക. പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ടും നിർത്തുക. കാരണം ആൽക്കഹോൾ കാരണം പ്രഷർ കൂടാം, വൃക്കയുടെ അസുഖത്തിനും ഡെഫിനറ്റായിട്ടും അത് വേഴ്സൺ ചെയ്യാം. ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് പൊതുവേ നമ്മൾ കിഡ്നിയുടെ അസുഖം ഉള്ളവർക്ക് പറയുന്നത്. ഷുഗർ ഉള്ളവർക്ക്, അതായത് ഡയബറ്റീസ് ഉള്ളവർക്ക് നമ്മൾ ടോട്ടൽ കാലറി റെസ്ട്രിക്ഷനാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. മധുരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതല്ല, മൊത്തമുള്ള കാലറീസ് കുറയ്ക്കുക. അത് കൂടുതൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കാതിരിക്കുക. അതായത് നമ്മളിപ്പം ഫ്രൂട്ട്സ് ആണെങ്കിൽ തന്നെ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുക, ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് കുടിക്കാതിരിക്കുക. അപ്പം റഫേജും കുറച്ചുകൂടെ ഫൈബർ റിച്ച് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുക. ഡയബറ്റിക് ഡയറ്റിലെ ഡീറ്റെയിൽസിനോട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഡയബറ്റിക് ഡയറ്റും ഈ പറയുന്ന പോലെ വൃക്കയുടെ അസുഖം ഉള്ളവർക്കും ഈക്വലി തുല്യ പ്രാധാന്യമുള്ള കാര്യമാണ് ഡയബറ്റിക് ഡയറ്റ്. സർ, ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസും ഹൈപ്പർ ടെൻഷനും, അതായത് BP കൂടുക എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. വൃക്കയുടെ അസുഖം എന്തു തന്നെ ആയിരുന്നാലും അതിൻ്റെ ഒരു കോൺസിക്വൻസ്, അതായത് അത് കാരണം ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടുന്നത്. ഇൻഫാക്ട് വൃക്കയുടെ പ്രവർത്തനം കുറഞ്ഞു തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയും പലപ്പോഴും നമ്മൾ ഈ ഡയബറ്റിക് പേഷ്യൻസിന് അവരുടെ പ്രഷർ കൂടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ അറിയുന്നത്. പല കാരണങ്ങളുണ്ട്. സാധാരണഗതിയിൽ വൃക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന, വൃക്ക ഉണ്ടാക്കുന്ന ചില ഹോർമോൺസാണ് നമ്മുടെ പ്രഷർ നിയന്ത്രിക്കുന്നത്. വൃക്കയുടെ അസുഖം വരുമ്പോൾ ഈ ഹോർമോൺസിൻ്റെ അളവ് കൂടാം, ചിലർക്ക് കുറയാം. ഈ ഹോർമോൺസ് കൂടുമ്പോഴാണ് പ്രഷർ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ ജലാംശം, ഉപ്പിൻ്റെ അളവ് ഇതെല്ലാം സാധാരണ ഉള്ളിൽ കവിഞ്ഞ് റിറ്റൻഷനിൽ വരുന്നു വൃക്കയുടെ അസുഖമുള്ളവർക്ക്. അങ്ങനെ വരുമ്പോഴും പ്രഷർ കൂടുന്ന ടെൻഡൻസി വരാം. ഏറ്റവും പ്രധാനമായിട്ട് പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം വൃക്കയുടെ അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ്. കൺട്രോൾ ഇല്ലാത്ത രക്തസമ്മർദ്ദമുണ്ട്, അല്ലെങ്കിൽ നേരത്തെ നോർമലായിട്ടുള്ള പ്രഷർ ഉണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ പ്രഷർ കൂടുന്ന ടെൻഡൻസി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വൃക്കയുടെ അസുഖം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പം BP കൂടുന്നത് നമുക്കൊരു ലക്ഷണമായിട്ടാണോ സർ, അതോ BP കൂടുന്നത് കൊണ്ടാണോ സർ? രണ്ട് രീതിയിലും വരാം. പ്രഷർ കൂടി, ഇപ്പം വൃക്കയുടെ അസുഖം വന്നു കഴിഞ്ഞാൽ പ്രഷർ കൂടുന്നു, പ്രഷർ നാച്ചുറലി കൂടി നിൽക്കുന്നു, അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് തന്നെ കിഡ്നി ഡിസീസ് കൂടാനും പ്രോഗ്രസ് ചെയ്യാനും വെച്ചാൽ അത് പിന്നെ അത് വഷളാകാനും ഉള്ള ഒരു കാരണമായി തീരുന്നു. ഓക്കെ, അപ്പം ഷുഗറും ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും കിഡ്നി ഡിസീസ് എന്തു തന്നെ ആയിരുന്നാലും അത് പ്രഷർ ഉണ്ടാക്കുന്നു. ഈ പ്രഷർ പിന്നെ കിഡ്നി ഡിസീസ് പ്രോഗ്രസ് ചെയ്യാനും വഷളാകാനും ഉള്ള പ്രധാനപ്പെട്ട റീസൺ ആകുന്നു. അതുകൊണ്ടാണ് നമ്മൾ കിഡ്നി ഡിസീസ്, വൃക്ക അസുഖങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് BP ഹൈ ആണ്, പ്രഷർ ഹൈ ആണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളത് എത്രയും പെട്ടെന്ന് തന്നെ നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. വൃക്കയുടെ അസുഖം ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ പ്രോഗ്രഷൻ തടയാൻ ഈ സിമ്പിൾ സ്റ്റെപ്പ് കൊണ്ട് തന്നെ സാധിക്കും. സർ, ഇത് ഹെറിഡിറ്ററി ആണോ സർ? നമ്മൾ ഡയബറ്റിക് കിഡ്നി ഡിസീസ് അപ്പൻ അമ്മ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഹെറിഡിറ്ററി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഹെറിഡിറ്ററി ആയിട്ടുള്ള കമ്പോണൻ്റ് നമുക്കറിയാം. സാധാരണഗതിയിൽ അച്ഛനും അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ
കുട്ടികൾക്ക് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഏതാണ്ട് ഒരു 80% ആണെന്ന് തന്നെ പറയാം. ഒരു പേരൻറ്റിനെ ഉള്ളെങ്കിൽ ഇത് 30-40% ആകുന്നു. അപ്പോൾ നാച്ചുറലി നമുക്ക് ഈ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള റിസ്ക് ഫെമിലിയിലാണ്. പക്ഷേ നമുക്ക് ഇന്ന ആൾക്ക് വരും, അച്ഛനും അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ട്, ഇന്ന ആൾക്ക് വരും എന്ന് നിയമപരമായി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ റിസ്ക് തീർച്ചയായിട്ടും കൂടുതലാണ്. കിഡ്നി ഡിസീസ് എടുക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ജനിതകമായിട്ടുള്ള ഒരു പ്രീഡിസ്പോസിഷൻ റിസ്ക് ഉണ്ട്. പക്ഷെ അതിനെന്താണ് ജീനെന്നോ നാളിതുവരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ജീൻ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ബ്രിക്കേഡ് അസുഖം ഫാമിലിയിലുള്ളവർ കൂടുതൽ അത് ജാഗ്രതയും കൂടുതൽ സ്ക്രീനിങ് ടെസ്റ്റുകൾ നേരത്തെ തന്നെ എടുക്കേണ്ട ഒരു തീർച്ചയായിട്ടും അവയർനെസ്സും വേണ്ടതാണ്. നമുക്ക് എന്താണ് സർ ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു കിഡ്നി ഡിസീസ് ഫാമിലിയിലുണ്ട്, അപ്പോൾ ആ കുട്ടികൾക്ക് വരാതിരിക്കാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? കിഡ്നി ഡിസീസ്